റഷീദ് ബംഗാരപ്പള്ളിയാണ്. നല്ലൊരു വാർത്ത വന്നു 24-ലൊക്കെ. പടിഞ്ഞാറ് ബംഗാരപ്പള്ളിയിലൊരു സുഹൃത്ത് എന്നിട്ട് കാലിലൊരു മുറി പറ്റി 5 മാസം ചേലക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇപ്പോൾ കുറവില്ലാതെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ കയറി നിൽക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2.5 ഇഞ്ചോളം വലുപ്പമുള്ളൊരു മരക്കഷ്ണം കിട്ടിയത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, മറ്റ് നമ്മുടെ ചേലക്കരക്കാരല്ല പുറത്തുള്ളവരൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ വിചാരിക്കും താലൂക്ക് ആശുപത്രിയിൽ ഇതൊക്കെ സംഭവിക്കുമോ? താലൂക്ക് ആശുപത്രിയിൽ ഇത്രയും സൗകര്യങ്ങളുണ്ട്. എന്ത് സൗകര്യം താലൂക്ക് ആശുപത്രിയിലുള്ളത്? ഹെൽത്ത് സെൻറ്റർ പേര് മാറ്റി താലൂക്ക് ആശുപത്രിയായി. കുറേ ബിൽഡിങ്ങുകൾ പണിതു. നമ്മൾ പുറത്ത് നോക്കിയാൽ കാണും ഒരു 100 കോടിയിലധികം രൂപയുടെ അടുത്ത് ഫണ്ട് ഈ 9 കൊല്ലം കൊണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല മാഡം. ആരോഗ്യമന്ത്രിയോടാണ് ഇത് താങ്കളുടെ ശ്രദ്ധയിൽ വളരെ വ്യക്തമായി ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വന്നപ്പോൾ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് സിസ്റ്റം ശരിയല്ല എന്ന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാർ സ്റ്റാഫുകളെയും കുറ്റമൊന്നും പറയുന്നില്ല. കാരണം അവരുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സൗകര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. അവിടെ OP കെട്ടിടം പണിതിട്ടുണ്ട്, 2 നിലയിൽ നല്ല സുന്ദരമായ ബിൽഡിങ്. അതൊക്കെ സൈഡൊക്കെ പൊട്ടി, മറ്റേ ടൈലൊക്കെ പൊട്ടി വീണ് തുടങ്ങി. ഗ്രാനൈറ്റൊക്കെ അതിൻ്റെ കൗണ്ടറിൻ്റെ അവിടത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ. ഇതുവരെ അത് ഒന്ന് പൊതുജനത്തിന് തുറന്നു കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിന്? മുഖ്യമന്ത്രിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ, ആരോഗ്യമന്ത്രിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, തുറന്നു കൊടുത്തില്ല. ഇപ്പോൾ OP വർക്ക് ചെയ്യുന്ന 4 ഡോക്ടർമാർ ഒരു ചെറിയ വാർഡിനായിട്ട് പണിതൊരു ഹാളിൻ്റെ ഉള്ള ഒരു 200-300 പേഷ്യൻ്റൊക്കെ 1 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തുന്നതാണ് എൻ്റെ അറിവ്. ഇവരെല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറി 4 ഡോക്ടർമാരുടെ ഇടയിൽ ഒരു സ്വകാര്യത ഇല്ലാതെ, ഒരു കാര്യം പറയാൻ പറ്റാതെ എല്ലാവരും കൂടി ശബ്ദം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നടത്തുന്ന ചികിത്സയാണ് അവിടെ. പുറത്ത് ലാബുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ പൈസയും വാങ്ങുന്നുണ്ട്. സർക്കാർ കെട്ടിടത്തിൽ പൈസയും വാങ്ങുന്നുണ്ട്. അതൊക്കെ വാങ്ങിക്കോട്ടെ. ഒരു അടിസ്ഥാന സൗകര്യം അവിടെ വികസിച്ചില്ല. ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരില്ല, ഒരു സർജനില്ല, ഒരു അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടറില്ല. പിന്നെ ഇപ്പോൾ അവർ ഈ തരിപ്പിച്ചിട്ട് ചെറിയ സഡേഷൻ കൊടുത്തിട്ട് ഈ കീറുന്ന മുറിവിനൊന്നും അകത്ത് എന്തുമാത്രം ആളുണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നോക്കാനൊന്നും ഒരു പരിധിവരെ കഴിയുന്ന സർജനൊന്നും ആയിരിക്കില്ല അവിടെ ഉള്ളത്. അതങ്ങനെ പോട്ടെ. OP കെട്ടിടത്തിലേക്ക് മാറിയിട്ടില്ല, ആ കെട്ടിടം അങ്ങനെ കിടക്കുകയാണ്. പണ്ട് ഇവിടുത്തെ ICU ഇല്ലെങ്കിൽ ഉണ്ടെന്നൊക്കെ വിചാരിക്കും, അതൊന്നുമില്ല. പിന്നൊരു ഡ്രസ്സിങ് റൂമാണുള്ളത് ഇവിടുത്തെ ക്യാഷ്വാലിറ്റിയിലൊരു ഡ്രസ്സിങ് റൂം. ആ ഡ്രസ്സിങ് റൂമിൽ പറഞ്ഞു കേട്ടാറ് വെച്ച് പണ്ടൊക്കെ പരമേശ്വരൻ ഡോക്ടറുടെ കാലത്തൊക്കെ അവിടെ പോസ്റ്റ്മോർട്ടം നടന്നായിരുന്നു OP ഒക്കെ ഉള്ള സമയത്ത്. ആ സമയത്ത് അവിടെ ബോഡി കിടത്തിയിട്ട് വെട്ടിപ്പൊളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു മേശ. ആ മേശ ഒരു റൂമിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് 2 ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പുതിയൊരു മേശവരിയും വെച്ചതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ. 90 കാലഘട്ടം മുതൽ ഇവിടെ CPM ഭരിക്കുന്നു. 9 കൊല്ലമായിട്ട് ഇവിടെ CPM ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ചേലക്കരക്കാർക്ക് നല്ലൊരു ആശുപത്രി സൗകര്യങ്ങൾ, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ, അതിന് അവകാശമില്ലേ ഞങ്ങൾക്ക്? എത്ര എണ്ണമാണ് അതിൻ്റെ ഉമ്മറത്ത് കിടന്നു മതി? ഇപ്പോൾ ഈ 2 കൊല്ലമായിട്ടാണ് ഇവിടെ ക്യാഷ്വാലിറ്റിക്ക് ഒരു രോഗീനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടാവുന്ന പരുവാക്കിയിട്ട്. അതിന് മുമ്പ് ഏറ്റിയിട്ട് പോകണമെന്ന്. കാരണം സ്റ്റെപ്പാണ് OP ക്യാഷ്വാലിറ്റി. അവിടേക്ക് വണ്ടിയൊന്നും പോവില്ല, പുറത്ത് വണ്ടി നിർത്തിയിട്ട് സ്റ്റെപ്പ് ഏറ്റിയിട്ട് പോകണം. വീൽ ചെയർ കയറ്റാൻ റാമ്പൊന്നുമില്ല അവിടെ. അപ്പോൾ പ്രേംകുമാർ വന്നതിന് ശേഷമാണ് അത് ഒരു റാമ്പൊക്കെ പണിതിട്ട് ബാക്കിൽ കൂടെ അധികം ആംബുലൻസ് കയറാൻ പറ്റിയില്ലെങ്കിൽ ചെറുവണ്ടികളൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഒരാളെ വീൽ ചെയറിലൊക്കെ ഇരുത്തി കയറ്റാവുന്ന സൗകര്യമാക്കിയത്. അപ്പോൾ ഡോക്ടർമാർ നെഞ്ഞത്ത് കയറി. അവിടെയുള്ള സെബാസ്റ്റ്യൻ ഡോക്ടർ, സ്വപ്ന ഡോക്ടർ പോലുള്ള ഡോക്ടർമാർ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ നന്നായിട്ട് രോഗികളെ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണം നല്ല ആശുപത്രി. അന്ന് വീണ ജോർജ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞിട്ട് സിസ്റ്റം ശരിയല്ലാന്ന്, എന്താണ് സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻറ്റ്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഷംസും ഉണ്ടായിരുന്നു, പാർട്ടി നേതാക്കളുണ്ടായിരുന്നു, എല്ലാവരെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. എല്ലാവരും ഇലക്ഷനും കഴിയട്ടെ, എല്ലാറ്റിനും ഞാൻ ശ്രദ്ധ കൊണ്ടുവരാം, അതിന് തീരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. ആ തീരുമാനം ഉണ്ടാക്കിയാൽ ഇലക്ഷനും കഴിഞ്ഞു, ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ ആ OP റൂമൊന്ന് OP കെട്ടിടമൊന്ന് തുറന്നു കൊടുക്കേ ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ചേലക്കരയിൽ ആരൊക്കെ ഒരു സ്വകാര്യ ആശുപത്രിയുള്ള തൊട്ടപ്പുറത്ത്, അതിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. പിന്നെ ആകെയുള്ളൊരാശ്രയം മേപ്പാടത്ത് ഹോസ്പിറ്റലാണ്.
അവിടെ 4 മണിയാകുമ്പോൾ ഫാർമസി അടച്ചു. 9:30-10 മണിയാകുമ്പോഴത്തേനും പുറത്തെ മെഡിക്കൽ സ്റ്റോറുകൾ അടച്ചു. പിന്നെ ഒരു ഗുളിക പാരസെറ്റാമോൾ എന്തെങ്കിലും ഡോക്ടറെ കയ്യിലുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത് തരും. അതുകൊണ്ട് തൃപ്തിപ്പെട്ടെങ്കിൽ മരിച്ചിട്ടില്ലെങ്കിൽ കാലത്ത് വന്നിട്ട് നമ്മൾ ക്യാഷ്വാലിറ്റിയിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് പോവാം. എന്തെങ്കിലും രോഗം വന്നുള്ള അവസ്ഥയാണ്. എത്ര രോഗികളാണ് ഹൃദ്രോഗം പോലെ അല്ലെങ്കിൽ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചാക്കണമെന്നറിയാം. അവിടെ എത്തിച്ചിട്ട് അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മുറിവ് വന്ന് അത് കെട്ടാനൊന്നിനും സൗകര്യമില്ല, അതിന് സ്റ്റിച്ചിടാനും എല്ലാം ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണം നല്ലൊരു ആശുപത്രി, നല്ല ചികിത്സ, എല്ലാ ബിൽഡിങ്ങുകളും തുറന്നു കൊടുത്ത് ഫണ്ടിറക്കിയതൊക്കെ അവിടെ തന്നെ 100% വിനിയോഗിക്കാൻ അധികാരികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.